ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഇന്ന് വലിയ ശനിയാഴ്ചയാണ്. ഇന്ന് നമ്മുടെ മാമോദീസ വ്രത നവീകരണവും പുത്തൻ തീയും പുത്തൻ വെള്ളവും നമുക്ക് ലഭിക്കുന്ന ദിനമാണ്. ഒരു പുതിയ സൃഷ്ടിയാകുവാനായിട്ട് ഈശോ ഇന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുക. നമ്മുടെ മാമോദീസ വേളയിൽ നമുക്ക് വേണ്ടി വിശ്വാസം ഏറ്റുപറഞ്ഞത് നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കളാണ്. അതുകൊണ്ടാണ് ഈ വലിയ ശനിയാഴ്ച നമുക്ക് മാമോദീസായിൽ എടുത്ത വിശ്വാസ പ്രതിജ്ഞ വീണ്ടും ഏറ്റുപറയുക, വ്രതം നവീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടി ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യും. ഒരു പുതിയ സൃഷ്ടിയാവണം. നമ്മളിത് ഈസ്റ്ററിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എൻ്റെ ജീവിതത്തിലെ എൻ്റെ പാപമാലിന്യങ്ങൾ കഴുകി ഒരു പുതിയ സൃഷ്ടിയായിട്ട് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാൻ ഉതകുന്ന ജീവിതം നയിക്കുവാനായിട്ട് ഈശോ ഇന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യും. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരോട് പറയുന്നത്, അതേ നിങ്ങൾ പോയി മാമോദീസ നൽകണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ നൽകിക്കൊണ്ട് അവരെ പുതിയ സൃഷ്ടിയാക്കുക. ദൈവത്തിൻ്റെ മകനായിട്ട് മകളായിട്ട് നമ്മൾ ജനിക്കണം. അറിയാം, മാമോദീസായിലാണ് നമ്മൾ ദൈവപുത്ര സ്ഥാനം ലഭിക്കുന്നത്. പക്ഷേ പാപത്തിൻ്റെ മാലിന്യം കൊണ്ട് പലപ്പോഴും നമുക്ക് ലഭിച്ച ഈ ദൈവപുത്ര സ്ഥാനം നമ്മൾ നഷ്ടപ്പെടുത്തി പോവുകയാണ്. അതുകൊണ്ട് ഈ വലിയ ശനിയാഴ്ച വീണ്ടും വ്രതം നവീകരിച്ചുകൊണ്ട് പൂർണ്ണ ബോധ്യത്തോടുകൂടി ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് നമ്മൾ വാക്ക് കൊടുക്കുകയതേ ഞാൻ വിശ്വസ്തയോടുകൂടി വിശുദ്ധിയോടുകൂടി ജീവിച്ചു കൊള്ളാമെന്ന്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ലഭിച്ച ഈ ദൈവപുത്ര സ്ഥാനം അതിൻ്റെ പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാനായിട്ട് പുത്തൻ തീയും പുത്തൻ വെള്ളവും നൽകിക്കൊണ്ട് ഒരു പുതിയ സൃഷ്ടിയാകുവാനായിട്ട് മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നുകൊണ്ട് അവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട് മറ്റുള്ളവരെ നന്മയിലേക്ക് ഉതകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് അങ്ങനെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.